Birthday to you, happy birthday to you. നോക്ക് ഇടിമിന്നൽ വരുമ്പോ കൊടുക്കുന്ന ഒരു സാധനമാണിത്. വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊരു കാര്യത്തിനുമല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് നമ്മുടെ അരീക്കോട്ടിന്റെ അഭിമാനമായ, കേരളത്തിന്റെ അഭിമാനമായ നമ്മുടെ യാരബേബിയുടെ തള്ള അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ മമ്മി അല്ലെങ്കിൽ മാ, മൈക്ക് എടുക്കരുത്, നമ്മുടെ ഹിബയുടെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ബേബ, ഹാപ്പി ബർത്ത്ഡേ മമ്മി. ആരാ രപ്പെടുത്താണോ മമ്മിക്ക്? മമ്മിക്ക് രപ്പെടുക. അപ്പൊ ഇന്നത്തെ മൈക്ക് ഓഫാക്ക്, മതി ഇത് ഓഫാക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് നമ്മളെ യാര ബേബിന്റെ പുതിയ മൈക്കാണ്. പക്ഷെ മൈക്ക് യാരൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആൾ അത് ഞാനാട്ടോ, അല്ല ഇവ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റ്. ഇന്ന് ബർത്ത്ഡേ ആണ്, അങ്ങോട്ട് മാറ്റ്. ഷേ ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇന്ന് നമ്മളെ ഹിബയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഹിബ എന്താ എല്ലാവരോടും പറയാനുള്ളത് പറയൂ. ചോദിക്കരുത്, ഏതാ ഡ്രസ്? ഡ്രസ് ഇടാൻ പറ്റുള്ളൂ, നമ്മളെ ബ്രാൻഡിന്റെ ഡ്രസ് കഴിഞ്ഞ് ഇടാൻ പറ്റുള്ളൂ. എത്ര ഡ്രസ്സുകളുണ്ട് ഗൈസ്, ഒറ്റ ആ ഡ്രസ് എടുത്തോ, വേഗം ആവശ്യമുള്ള എടുത്തോ. ഇന്ന് ബർത്ത്ഡേ ആയാലും ഹിബക്ക് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ കച്ചവടം ചെയ്യുന്ന സാധനം നമ്മൾ തന്നെ എടുത്താൽ പിന്നെ ആർക്കാർക്ക് കിട്ടും. സാധനം പോലെ പിടിച്ചെന്നാ ഇതിനെ ഈ എടുത്തോ, ഈ ബ്രാൻഡിന്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഹിബയുടെ ബർത്ത്ഡേ. അപ്പൊ എല്ലാവരും ഒന്ന് പറയും, എന്താ പറയാനുള്ളത്? എത്രാമത്തെ ബർത്ത്ഡേ നമ്മൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഗൈസ്? ഒരുപാടായി. ഇപ്പൊ യൂട്യൂബ് വീഡിയോസ് ഒക്കെ അങ്ങനെ ചെയ്യാറില്ല. ഇന്നെന്തായാലും നമ്മൾ ചെയ്യും. നമ്മളെ ഹിബയുടെ ബർത്ത്ഡേ ആണല്ലോ, പറയൂ. 5ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഹിബ എനിക്ക് വന്ന് യൂട്യൂബ് തുടങ്ങിയത് 24ാമത്തെ വയസ്സിലാണ്. അപ്പൊ ഏകദേശം എത്ര വയസ്സുണ്ട് എന്നുള്ളത് മനസ്സിലായിക്കല്ലോ അല്ലേ? എങ്ങനെ ഇങ്ങോട്ട് ഇവിടെ വരുന്നില്ല, എന്താണ്? ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് എന്തായാലും ഹിബയുടെ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് കേക്ക് ഒപ്പിക്കണം. ഇനി നമ്മള് രണ്ടാളെ ഉള്ളല്ലോ, അപ്പൊ കേക്ക് ഒന്നും ഒപ്പിക്കാൻ പറ്റിയില്ല. എന്നാ പോയി ഗൈസ്. അപ്പൊ എന്തായാലും ബർത്ത്ഡേ ആയിട്ട് ഹിബക്ക് ഇതാ ഇനി ഡ്രസ്സ് വാങ്ങാൻ നമ്മൾ മാളിലേക്കോ അല്ലെങ്കിൽ SM സ്ട്രീറ്റിലേക്കോ ഈ കൊച്ചിയിലേക്കോ കൊയിലാണ്ടിയിലേക്കോ ഒന്നും പോണ്ട, നമ്മളതിൽ തന്നെ ഉണ്ട് ഗൈസ്. അപ്പൊ ഇത് ഞാൻ നമ്മളെ പ്രീമിയം മൾക്കോട്ടനിൽ വരുന്ന സമ്മർ ഫ്രണ്ട്ലി സാധനമാണ് ഹിബക്ക് കൊടുക്കണേ. ഓപ്പൺ ആയി ഇത് അതിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ഇട്ടാ. അല്ല, കാണാത്തവർ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലല്ലേ വീഡിയോ ചെയ്യാറ്. ഞാൻ ബഡീസ്. അപ്പൊ ഇതാണ് ഞാൻ നമ്മളെ ഹിബക്ക് ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന സാധനം. ബർത്ത്ഡേ ആയിട്ട് നോക്കട്ടെ, നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന നല്ല കീടിലൻ സാധനം ഉണ്ട്. രക്ഷല്ലല്ലോ ഇത്, സൂപ്പർ ആയിട്ടാണ്. മൾക്കോട്ടൻ ആണ്, ഇടാൻ നല്ല സുഖം ഉണ്ടാവും. ചൂടത്ത് എത്ര വെയിലുണ്ടെങ്കിലും വെയിൽ അറിയില്ല അങ്ങനെ സാധനം. വേഗം മാറ്റിപ്പോരെ. അപ്പൊ അങ്ങനെ ഹിബ എന്താ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഏതൊക്കെ ഒന്ന് അങ്ങോട്ട് നിന്ന് ആൾക്കാർ കാണട്ടെ. ലുക്ക് ഉണ്ട് നോക്കട്ടെ, കുറച്ച് ബാക്കോട്ട്. ഓ, അൺഡ്രൈ ബാഗ് ആണ് ഹിബന്റെ ഡ്രസ് ഇതാട്ടാ. അങ്ങനെയുണ്ട്. എന്ത് ചെരുപ്പ് ഇട്ടിക്കണ അതിലേക്ക്? അപ്പൊ നമ്മള് നിക്കോ ഇവിടെ കൂളിംഗ് ഗ്ലാസ് വെച്ച് കരുണാനിധിന്റെ പോലെ നിക്കാണ്ട് നിക്ക്. എന്റെ പൊന്നോ, പരസ്യം തുടങ്ങി. നമ്മൾ ഈ പരസ്യം കാണുമല്ലോ ഗൈസ്, നമ്മൾക്ക് പൊത്തി വെക്കും. കണ്ടില്ലേ ഈ ആരൊക്കെ പരസ്യം കണ്ടിട്ട് അപ്പൊ നിക്കണ? ഫുൾ ടൈം പരസ്യമാണ്, ഒച്ചയും വിളിയാണ് ഗൈസ്. സാധാരണ നമ്മൾ ഈ ലിഫ്റ്റിലൊക്കെ പോകുമ്പോ നല്ല ലൈറ്റ് മ്യൂസിക് ഇട്ട് നമുക്ക് റൊമാൻസ് ഒക്കെ വരും. ഇവിടെ വന്നാലും ഭ്രാന്ത് പിടിക്കും അല്ല ഇവ ആലമ്പ പരസ്യം അവിടെ. ഓക്കെ എന്താ ബർത്ത്ഡേ ആണെന്ന് എല്ലാരും അറിഞ്ഞു തോന്നുന്നു. എല്ലാരും റോട്ടുപോലെ ഇറങ്ങി നിന്നെ വിഷ് ചെയ്യാനാണ് തോന്നുന്നത്. ഹലോ താങ്ക് യു ഹലോ താങ്ക് യു ഓക്കെ അല്ലേ ഞാനാ ഈ തള്ള പറയണത് ഞാനാ. അപ്പൊ കൊറേ ആൾക്കാർ അറിയുന്ന പോലൊക്കെ ടാറ്റൊക്കെ കാട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഇടിക്കോട് കപ്പിശും ടിശും എരിയുന്ന വീണയിൽ മരം മോദിക്കുക. ഒന്നും പറയാനില്ല, ഒന്ന് അവിടെ എത്തിയാ മതി. ആ ഫുഡ് വിശക്കണുണ്ട്. വിനായക ഹോട്ടൽ. ഇവിടെ നിന്നാണോ ഫുഡ് കഴിക്കണേ? ആ ഹോട്ടലിലാണ് ഗൈസ് നമ്മൾ സ്വിഗ്ഗി ചെയ്തത് രാവിലെ. നല്ല ടേസ്റ്റ് ഫുഡ്. ഇപ്പൊ ഉണ്ടാക്കണോ ചോദിച്ചു ഫുഡ്. ഞാൻ പറഞ്ഞു പിന്നെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഫുഡ്
ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. കറക്റ്റ് അല്ലേ? അങ്ങനല്ലേ പറയണ്ടേ? ആ അതന്നെ ആര് ചോദിച്ചാലും അതെ. അല്ല ഇവക്ക് ഉണ്ടാക്കാൻ മടിയായിട്ടൊന്നുമില്ല കേട്ടാ. എനിക്ക് ഉണ്ടാക്കാൻ ഒരു മടിയില്ല. ഞാൻ അവിടെ കടലൊക്കെ പുതിർത്ത് വെച്ചു. സ്കാം ഞാൻ കൊറേ കേട്ടിട്ടാണ്. ഇതാണ് ഏറ്റവും വലിയ സ്കാം. ഫസ്കാക്ക് ഒരു വാച്ച് വാങ്ങിക്കൊടുത്താല് അത് കെട്ടുന്നല്ലേ. ഇത്രയധികം വാച്ച് ഇഷ്ടമില്ലാത്ത ഒരാള്. എപ്പോഴേലും സ്റ്റൈലിന് വേണ്ടി മാത്രം വെറുതെ നഷ്ടാണ്. സമയം നോക്കേണ്ട ആവശ്യമില്ല. നഷ്ടാണ്. സമയം എപ്പോഴും നമ്മളെ സമയാ. ഇറങ്ങി വാ. അടിപൊളിയായിരുന്നു അല്ല ഹിബ? ഫസ്റ്റ് തന്നെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്യാൻ വന്നിട്ട് അപ്പി കേൾക്കിരിക്കാൻ കേട്ടോ ടോയ്ലറ്റും. എന്തൊരു സീനാണ്. ഇപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതല്ലേ നടക്കാം, വേറൊക്കെ നടക്കാം. ഇവിടെ ഫുഡ് ഇവിടെ എത്തിയിരിക്കുന്നു. നല്ല നൈസ് പത്തിരി, പൊറോട്ട, ഫസികാക്ക, പിന്നെ അതുപോലെ കോഴി പൊരിച്ചത്, പെപ്പർ ചിക്കൻ കറി ഒക്കെ സെറ്റാ. അപ്പൊ ആരൊക്കെയുള്ള ചെയർ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവനെ അവിടെ അങ്ങോട്ട് നോ ഇൻകമിങ്, ഔട്ട് ഗോയിങ് ഇൻകമിങ്. ഫുഡൊക്കെ എത്തിട്ടോ. ഹിബന്റെ ബർത്ത്ഡേ ഫുഡാണ്. മിനിമൽ ഫുഡാണ് നമ്മൾ തിന്നാറുള്ളത്. അല്ല ഹിബ? അതെ, എപ്പോഴും ഒരു പോത്തിന്റെ തല കൂടി വാങ്ങായിരുന്നു. എപ്പോഴും നമ്മൾ വാങ്ങല് ചിക്കൻ 65. ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ചിക്കൻ 65. ഫുഡ് തിന്നലൊക്കെ കഴിഞ്ഞ് ഒരു യുദ്ധം നടന്ന് ആരുടെ കൂടെ വൽപ്പിടുത്തേരി യുദ്ധം തുടർന്നോണ്ടിരിക്കുകയാണ്. ഇല്ല, ഫസികാക്ക് ഇപ്പൊ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്റെ അടുത്ത് എത്ര നേരം ഫസികാല്ല സമാധാനത്തിൽ തന്നു. എന്താ കളിക്കണേ? നിങ്ങൾക്ക് ഈ സ്ഥലം ഏതാന്നറിയോ? ഈ ഒരു ജനലിന്റെ കർട്ടൻ കൊറേ കണ്ട അപ്പൊ നമ്മള് ചലഞ്ച് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത് അല്ല ഹിബ? അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് നമ്മള് വീട്ടിലേക്ക് വന്നാട്ടോ. അപ്പൊ ഇന്ന് ഹിബന്റെ ബർത്ത്ഡേ ആയിരിക്കട്ടെ. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്ത് മുറിക്കുന്നത് അല്ലെ, കേക്ക് മുറിക്കുന്നത് അല്ലെ ഹിബ? ഇതാണ് നമ്മളെ കേക്ക് കേട്ടോ. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇനി മുതൽ ചെയ്യുന്നുള്ളൂ. വെറുതെ ഈ ഇതും തിന്നിട്ട് 30 വയസ്സൊക്കെ ആയാലും പിന്നെ ഷുഗർ ഒക്കെ വരും. അതിനെക്കൊണ്ട് കേക്ക് ഈറ്റിംഗ് ചലഞ്ച് ഒക്കെ നമ്മൾ നിർത്തിട്ടോ അല്ലേ? യെസ്, ഇന്റെ കാര്യം ഹിബ എന്താ ഹിബ ഒരാൾ ഈ എല്ലാം കൂട്ടി പറയലാണല്ലോ. അവളെ ഡ്രസ്സിന്റെ വില വെച്ചാൽ അവള് കൂട്ടി പറയും, സ്വർണത്തിന്റെ അളവ് വെച്ചാലും കൂട്ടി പറയും. ഇത് മാത്രം എന്താ ഈ കൂട്ടി പറയാത്തെ? ഏത് വയസ്സിലെ? കറക്റ്റ് അല്ല, കുറച്ചിട്ട് ഡയലോഗ് ഉണ്ടല്ലോട്ടാ. പിന്നെ ഇവിടെ മമ്മി ഡാഡി ഒന്നും ഇല്ല, ഓരൊക്കെ നമ്മളോട് പിണങ്ങി പോയതാ അല്ലേ? അപ്പൊ നമ്മൾ ഓരോ റൂമിലിട്ട് പൂട്ടിയതാണ്. നമ്മള് രണ്ടാളും മാത്രം മുത്തിയായി വിചാരിച്ചല്ലേ. പോയി വിളിച്ചിട്ട് ആടേ മത്തി വരിച്ചിരിക്കുക അവിടെ. സിനിമ ട്രാക്ക് വാ. ഇവിടെ ഉമ്മ ഉണ്ട്. ഇവിടെ എന്തൊരു വൃത്തിയുടെ നാറ്റൊക്കെ ഈ വീട്ടില് നോക്കുമ്പോ എന്താന്നറിയോ? നോക്ക് പൊന്നോ, കേടായ അയില തോന്നുന്നു. അപ്പൊ നമ്മളാണ് ഹാപ്പി ബർത്ത്ഡേ പാടാൻ വേണ്ടി പോണേ. ഞാനും മമ്മിയാട്ടോ. ഒരു മിനിറ്റ്, ബഗ്ഗൊക്കെ അവിടെ പഠിക്കണം. അപ്പൊ അവനെ വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി. ഗൈസ് ഇവന്നതാ മുറിച്ചിട്ട് ഇയാള് തിന്നോ? ഇമ്മ കൊടുക്ക, ഉമ്മ കൊടുത്തോ? നമ്മളൊക്കെ 30 വയസ്സാണ്. അത് ശരിയാ. എന്താണ് ആരാ വിളിച്ചത്? എന്തായാലും അടിപൊളി തന്നെ. ഗിഫ്റ്റുകളൊക്കെ നമ്മള് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ രാവിലെ എത്തും. അപ്പൊ നാളെ രാവിലെയാണ് ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാവട്ടെ മമ്മി. ഓക്കെ, ഹിബ നമ്മളെ വിട്ട് പോകാൻ വേണ്ടി പോവാണ്. അതായത് ഹിബന്റെ അമ്മ ഗൾഫിൽ എങ്ങനെയാ പോണേ? ഹിബന്റെ അമ്മ ഹജ്ജിന് പോവാണ്. അൽ ഹജ്ജുൽ ഫുഖറായി വൽ മസാക്കീൻ എന്നാണല്ലോ അല്ലെ? അങ്ങനെയല്ലേ? യെസ്. അപ്പൊ എന്തായാലും അല്ല, അപ്പൊ ഹജ്ജിന് പോകാൻ വേണ്ടി പോവാട്ടോ. അല്ല, ഹജ്ജിന് പോവാണ്. അപ്പം ഹിബ വീട്ടിൽ പോയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവാ അല്ലെ? അപ്പൊ എനിക്ക് ഇന്നൊരു 3 ദിവസം ഞാൻ ബാച്ചിലർ. യെസ് ഗൈസ്, അങ്ങനെ ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടോ ഇപ്പോഴാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഹിബക്ക്. അതെ, എന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു കൊല്ലാവാതെ 3-4 ദിവസം കഴിഞ്ഞിട്ടാ. പക്ഷെ നമ്മളങ്ങനെ വിടൂല. ഹിബക്ക് എന്തായാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അല്ലേ ഹിബ?
അറിയൂല. എന്താ ഹിബ ഗിഫ്റ്റ് ഒക്കെ ഞാൻ കുറച്ച് സർപ്രൈസുകളൊക്കെ ഉണ്ട്. പണ്ടത്തെ അത്ര ഒന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഉണ്ട് കേട്ടോ. ഒരു കിളവൻ വൈബ് തന്ത മൂഡിലേക്ക് മാറിയിരിക്കും. ഞാനൊരു തന്തേ ആയതിനു ശേഷം എനിക്കിപ്പോ വലിയ സർപ്രൈസുകളൊന്നും വലിയ താല്പര്യമില്ല. അപ്പതോ ഗിഫ്റ്റ് ഇല്ല മൂഞ്ചി പോയത്. ഓക്കെ അപ്പൊ നമ്മള് ഹിബന്റെ ഹാപ്പി ബർത്ത്ഡേ ടുയുടെ കുറച്ച് ഗിഫ്റ്റ്സ് ചെയ്യാൻ വാങ്ങിയിട്ടുണ്ട്. ഒക്കെ കണ്ടാലോ നമുക്ക്. നമ്മള് ഹിബക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകണം. ഇത് കണ്ണാടി വെച്ചോ, അടിപൊളി ഗിഫ്റ്റുകളൊക്കെ കിട്ടാൻ വേണ്ടി പോകണം. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ ഗിഫ്റ്റ് തരാം. എന്താണോ വാങ്ങി വെച്ചത്? ചില കൂതറ സാധനങ്ങളൊക്കെ ആയിരിക്കും. ഈ പ്രാവശ്യം പൊതിയാനും ഇതാക്കാനൊന്നും സമയം കിട്ടിയില്ല. അതിനെ കൊണ്ട് ഫുള്ള് ഇങ്ങനെ തന്നെ എടുക്കണേ. ഫസ്റ്റ് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കാം. പൊതിയാനും ഇതിനൊന്നും സമയമില്ല, ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല. ഹിബക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം എന്താ? സ്ത്രീകൾ കയ്യിലിടുന്ന സാധനം എന്താണ്? കമ്മൽ. അല്ല, വേറെന്താ? വള. യെസ്, അതും നല്ല ഗോൾഡ് വള. ഹിബ, ആർ യു എക്സൈറ്റഡ്? നോ, ഐ ആം നോട്ട് എക്സൈറ്റഡ്. ഗൈസ് നോക്കിയേ എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് ശരിക്കും പ്ലാറ്റിനം ആണ്. ബജാജ് പ്ലാറ്റിന വണ്ടി ഇല്ലായിരുന്നോ? അതുപോലത്തെ ഒരു പ്ലാറ്റിനം വണ്ടി ആട്ടോ. പിന്നെ ഇത് പ്ലാറ്റിനയിൽ പോകുമ്പോഴൊക്കെ കിട്ടിയ സൂപ്പർ ആയിരിക്കും. ഹിബ, ഇത് പ്ലാറ്റിനം ആണ് കേട്ടോ. കാര്യം പ്ലാറ്റിനം ആണ്. ഇത് പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം ഗോൾഡ് ഒക്കെ എവിടെ നിന്നാ കിട്ടാ? അവിടത്തെ സാധനം. അത് തുരുമ്പിടിച്ചല്ല, അത് മറ്റേ മുദ്ര അടിക്കുന്ന. ഏതാണ് മറ്റേ 916 പകരം ഇപ്പൊ 123 എന്നാണ് അതിൽ അടിക്കുക. മനസ്സിലായോ? അങ്ങനെ അടിച്ചു വെച്ചതാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലോ. ഇത് ഇനി നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണല്ലോ. ഹിബൊക്കെ ഇപ്പോൾ ഉപകാരപ്പെടുന്ന ഒന്നായി. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് ഹിബക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അതാണ്. ഓക്കെ, അത് മാത്രമല്ല ഹിബക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സാധനം കേട്ടോ ഈ ബാഗ് എന്ന് പറഞ്ഞാൽ. അതിലാണ് അവൾ എല്ലാ ദിവസവും മേക്കപ്പ് സാധനങ്ങൾ ഇടാം. അവൾക്ക് തിന്നാൻ എന്ത് സാധനം കിട്ടിയില്ലെങ്കിലും മേക്കപ്പ് ഇട്ടാൽ മതി. അങ്ങനത്തെ ഒരു പ്രത്യേക ജീവിയാ. ഇത് എന്തൊരു ചെറിയ ബാഗ് വാങ്ങുകയാണെങ്കിൽ വലിയ ബാഗ് വാങ്ങിക്കൂടെ? എന്റെ കുട്ടിന്റെ പാമ്പേഴ്സ് ഒന്നുപോലെ ഇതിൽ കൊള്ളൂല. ആണോ? മറ്റേ റേഷനറി പോയിട്ട് റേഷൻ ഷോപ്പിൽ പോയിട്ട് അരി വാങ്ങാനൊന്നുമല്ലല്ലോ, ജസ്റ്റ് പോവാനല്ലേ. ഇതൊക്കെ ധാരാളം. ഹിബ അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ആരൊക്കെ നമ്മളെ ഹിബക്ക് അതിന്റെ ആരമോളം എനിക്ക് എപ്പോഴും ഓർമ്മ വരാം. ഹിബക്ക് അടുത്ത ഗിഫ്റ്റ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ ഏതാണ് ഗസ് ആയി? ലൂയിസ് വ്യൂട്ടോൺ, സാര അല്ലെങ്കിൽ എംബറി അർമാനി. എന്താ ഇതിലുള്ള? ഇതൊന്നുമല്ല. പിന്നെ ഏതെങ്കിലും സാധനമായിരിക്കും. ഏതാണ് പറയാ? കമ്പനി ഏതാന്ന് പറയാം. ഞാൻ എന്തായാലും ബ്രാൻഡഡ് വാങ്ങോളൂ, നിങ്ങൾക്ക് അറിയാലോ. ഏതെങ്കിലും കൂതറ സാധനമായിരിക്കും. ഗൈസ് നോക്കി നോക്കാം. 1 2 3. ഗൈസ് നമ്മളെ ഹിബക്കുള്ള ഗിഫ്റ്റ് നോക്ക്. യെസ് ഗൈസ്, ഇത് UK ഉള്ള ഒരു പ്രത്യേക തരം കമ്പനിയാണ്. ഈ കമ്പനിയുടെ പേര് ഞാൻ മറന്നു. എന്തോ ബ്രിട്ടീഷ് കാലിബർന്നോ അങ്ങനെ എന്താ അതിന്റെ പേര്. അങ്ങനത്തെ ഒരു ഇത് എനിക്ക് തോന്നുന്നത് 1988 നമ്മളെ ഫ്രാൻസിസ് സൂട്ടോപ്പിയ ഫ്രം ലണ്ടൻ UK ബ്രിഡ്ജിൽ നിന്നുണ്ടാവും താഴെ. അതായത് അവിടെ ബ്രിഡ്ജിന്റെ താഴെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷൂ ആട്ടത്. ആൾക്കാർ ഇവിടെ നമ്മൾ പാലത്തിന്റെ അടിയിലൊക്കെ ഉണ്ടാവില്ലേ ഷൂ, അതുപോലെ അവിടുത്തെ ലണ്ടൻ ബ്രിഡ്ജിന്റെ താഴെ ഇരുന്നിട്ട് ഉണ്ടാക്കുന്നതാണ്. പ്രത്യേക തരം അവിടുത്തെ ഒരു എത്നിക് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. അവിടെ നിന്ന് ഞാൻ അത് തുന്നൂല. അത് അവിടെ ഉള്ള ഒരു പ്രത്യേക ചെമ്മരിയാടിന്റെ ഒരു പ്രത്യേക പശ വെച്ചിട്ടാണ് തൊട്ടിക്കുക. തുന്നൂല. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, പിന്നെ അത് മാത്രമല്ല ഇത് കണ്ടോ, അവിടുത്തെ പണ്ടത്തെ രാജ്ഞിമാരൊക്കെ ഇടുന്ന ടൈപ്പാക്കണ്ടോ. അവിടെ ഒരു സാധനം മുത്തുകളൊക്കെ ശരിക്കും പേളാണ്. അത് ഈ പേൾ എന്ന് പറഞ്ഞാൽ മുത്തുകളാട്ടോ, അത് ഒറിജിനലാ. അപ്പൊ എന്തായാലും ഈ ഷൂ എന്തായാലും ഹിബക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കാണ് കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലേ? ഇത് പണ്ടത്തെ ചാൾസ് ശോഭരാജ് ഉണ്ടല്ലോ, അവിടുത്തെ UK ഒരു കിങ് ആയിരുന്നു. ചാൾസ് രാജകുമാരൻ. ചാൾസ് ശോഭരാജ് വേറെ ആളാട്ടോ. ഇവർ രണ്ടാളും കൂടി ഉണ്ടാക്കിയതാണ് പാലത്തിന്റെ അടിയിൽ നിന്ന്. ഓക്കെ, ഇനി എന്താ ഇവ അടുത്തത്? അപ്പൊ അടുത്ത ഗിഫ്റ്റ് ആണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗിഫ്റ്റ്. ഇപ്പൊ നമ്മൾ UK പോയത്. ഇനി അടുത്തത് വേറൊരു കൺട്രിയിൽ നിന്ന് വന്ന സാധനമായിട്ടോ. ഇനി അടുത്തതായിട്ട് വാ ഈണിച്ചൊക്കെ. ഇനി അടുത്തതായിട്ട് ഞാൻ ഹിബനെ താലി കെട്ടാൻ പോവാ വീണ്ടും. ഗൈസ് നോക്ക്, പണ്ട് ഞാൻ ഹിബക്ക് മലബാർ ഗോൾഡ് മറ്റേ ഗോൾഡൊക്കെയാണ് വാങ്ങാറ്. ഇപ്പം ഞാൻ നൈസായിട്ട് മാറ്റിയിട്ടാ വേറൊരു സാധനമാക്കി. എങ്ങനെ ഉണ്ട്?
ഇതാണ് പുതിയ ഐറ്റം കേട്ടോ. ഓക്കെ, ഇത് ഒറിജിനൽ 916 അല്ല, ഇത് 619 ആണ്. നമ്മളെ റൈ മിസ്റ്റീരിയോൻ്റെ പോലത്തെ അതിൻ്റെ ഒരു സാധനം കേട്ടോ. 916ൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, മംഗൾസൂത്ര. ഇത് ഭയങ്കര ഡിസൈനാണ്. ഇതിൻ്റെ ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ പേൾ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഒറിജിനൽ കോഹിനൂർ രത്നം എന്നല്ല, പക്ഷെ അതിൻ്റെ കോഹിനൂർ രത്നം എടുത്തിട്ട് ബ്രിട്ടീഷുകാർ ഓടിപ്പോയപ്പോൾ അതിന് പകരമായിട്ട് ബ്രിട്ടീഷുകാർ വേറൊരു രത്നം കൊടുത്താണ്. അതിൻ്റെ പേരെന്തേനു? മണിരത്നം. ഇത് മണിരത്നം. അപ്പൊ മണിരത്നം മാല ഹിബക്കണി. സ്വർണത്തിന് ഭയങ്കര വില കൊണ്ട് വാങ്ങാത്ത വേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മള് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസ വളരെ വേസ്റ്റ് ആണ്. മണിരത്നത്തിന്റെ മാല എടുത്തോ. ഞാൻ അത് കട്ടി കൊടുക്കാൻ വേണ്ടി പോണ്. പ്രാവശ്യം കെട്ടിട്ടുണ്ട് എന്റെ ജീവിതം തൊലഞ്ഞു. 2 പ്രാവശ്യം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും കെട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇപ്രാവശ്യം പാല കാണില്ല, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു. പണ്ടേ എനിക്ക് തോന്നണേ ആണുങ്ങൾക്ക് കെട്ടുമ്പോഴുള്ള സ്നേഹം കുറഞ്ഞു വരും പറഞ്ഞില്ലേ. ഇനി അടുത്ത പ്രാവശ്യം എന്താണാവോ, അല്ല ചെമ്പ് കഷ്ണം കൊണ്ടുവരാൻ മതിയാവും. ഓ, കെട്ടാൻ ഉദ്ദേശിക്കും നീ കെട്ടല്ല അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യാം, എന്റെ കയ്യും കാലും കെട്ടിട്ട് അവിടെ സൈഡാക്കി തരാം. അപ്പൊ നല്ല സ്നേഹ. ഓക്കെ, ഞാൻ നമ്മളെ ഏറ്റവും അങ്ങനെയൊന്നല്ല, എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയ സാധനം. ഇതുവരെയുള്ളതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ് വാങ്ങിയത്. പക്ഷെ ഇതുവരെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഓവർ ഇഷ്ടപ്പെട്ട് വാങ്ങിയല്ലോ. ബിക്കോസ് അത് വാങ്ങിയില്ലേ ഹിബക്ക് ദേഷ്യം പിടിക്കുക. അതിന് വേണ്ടി വാങ്ങിയതാണ്. ഞാൻ കാര്യമായിട്ട് വാങ്ങിയൊരു ഐറ്റം ഉണ്ട്, കാണിച്ചു തരാം. അത് ഹിബനെയും കൊണ്ടുപോയിട്ട് വാങ്ങിയതാട്ടോ, വേറെ കാര്യം. ബാക്കിയുള്ളതൊക്കെ ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുത്താണ്. ഇതാണ് ഗൈസ്, കണ്ടാൽ അണ്ടർടേക്കറിന്റെ പെട്ടി പോലല്ലേ? അണ്ടർടേക്കർ ഇണീക്കുന്ന പെട്ടി പോലെ ഉണ്ടല്ലേ ഹിബ? പക്ഷെ നോക്കിക്കാം, ഇടിമിന്നൽ വരുമ്പോ നിങ്ങളിപ്പോ കാണുന്ന വാച്ചിന്റെ വില വരുന്നത് എത്രയാണെന്ന് അറിയാമോ? 1,02,000. അതെ, ഹിബത്തെ ഇട്ട വാച്ചിന്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ 50,000 രൂപ സാർ. ഓക്കെ, ഇതെന്തായാലും എടുക്കാൻ പോവാണ്. ഇതാണ് നമ്മളെ ടൈമെക്സിന്റെ. അപ്പോൾ ഈ കാണുന്ന ടൈമെക്സിന്റെ ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ്. ഇതിന്റെ പേര് ലഗ്വർ വാച്ച് അല്ല ഹിബ? ഇത് ഒരു ക്വാർട്സ് ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവർ വരുന്നതൊക്കെ കോഹിനൂർ രത്നങ്ങളാണ് അല്ല ഹിബ? അറിയില്ല. യെസ്. അപ്പൊ എന്തായാലും ഈ വാച്ചിന്റെ വില വരുന്നത് 20,000 റുപ്പീസ് ആണ് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും നമ്മൾ ഹിബക്ക് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ വാങ്ങിക്കൊടുത്ത വാച്ച്. എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിക്കൊടുത്താണ്. വാ കെട്ടിത്തരാം, വാ ഇതാ എടുത്തെടുത്തോ. ഇപ്പം ഇതാണ് കേട്ടോ ഹിബന്റെ ലാസ്റ്റത്തെ ഗിഫ്റ്റ്. ഇത് വൻ വാച്ചാണ് ഗൈസ്. ഈ വാച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതിനെക്കൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരുപാട് നേരം നമുക്ക് വ്ളോഗ് കിട്ടാൻ പറ്റില്ല, അതിനെക്കൊണ്ടാട്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ. ഓക്കെ ഗൈസ്, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഇതൊക്കെ എങ്ങനെയുണ്ട് വാച്ച്? ഇതെന്താ കഴിക്കുന്ന ശേഷിയില്ലേ? അപ്പോൾ ഇതാ വാച്ച് ഇതാ നോക്കട്ടെ ഹിബ. ഇങ്കപ്പാറടാ. ഓക്കെ ഗൈസ്, നല്ല രസമുണ്ട് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. നല്ല ക്യൂട്ട് വാച്ചാണ്, എനിക്ക് ഇങ്ങനത്തെ വാച്ചുകളാണ് ഇഷ്ടം ഹിബ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ തന്നെ ആയിരുന്നു. ഇനി ഹിബക്ക് ഇതിൻ്റെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അത് ഹിബ അറിഞ്ഞിട്ടില്ല ആ ഗിഫ്റ്റ് അല്ലേ ഹിബ? അറിഞ്ഞില്ല? ഇത് സോറി ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട്. പക്ഷെ അത് ഇപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ വാങ്ങിയെന്ന് അറിയില്ല, മറന്നുപോയി. ഫസിക്കാക്ക ഈസ് റാങ് ഇൻ അവർ ഡേയ്സ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ ഫസിക്കാക്കിന് കൂട്ടല്ല, അരപ്പിരിയല്ല, ഫുൾ പിരി ലൂസാ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ഹിബക്ക് ഞാൻ ഇത് മേടിച്ചു കൊടുത്താണ്. പക്ഷെ ബർത്ത്ഡേൻ്റെ ഒരു ദിവസം മുന്നേ മേടിച്ചാണ്. പക്ഷെ അപ്പോഴത്തേനും ഇത് യൂസ് ചെയ്ത് ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു തന്നെ കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്താ എങ്ങനെയാന്ന്. എങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ക്രെഡിറ്റ് തട്ടിയിരിക്കണേ? എങ്ങനെ? ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയ സാധനാ. അയ്യോ ഞാൻ പറഞ്ഞിട്ടാ വാങ്ങിയത്. ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ഞാൻ ഇതാണ് ഗിഫ്റ്റ് കൊടുക്കുക വിചാരിച്ചത്. പക്ഷെ അപ്പോഴത്തേനും ഒരു ദിവസം മുന്നേ അത് വാങ്ങിപ്പോയിട്ടോ. അയ്യോ, വാങ്ങി തരാ. ഇതാണ് ബേബി കാരിയർ. ഇതാകുമ്പോ നമുക്ക് ഇനിയിപ്പോ കരിയറിന് എവിടെ പോയിട്ട് കരിയർ ഗുരുവിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടെ കുട്ടീൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അപ്പൊ അതാണ് കേട്ടോ സംഭവം. ഇവിടെ ഇരുത്തിയിട്ട് കൊണ്ടുപോകാം. എന്നുവെച്ചാൽ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ് മാൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ ഭർത്താക്കന്മാര് പറയും കുട്ടീനെ എടുത്തിട്ട് കൈവേദന ഒന്നും കഴിയണില്ല. അപ്പൊ നമ്മൾ പറയും ടെടാ ഇത് കെട്ടിട്ട് കുട്ടീനെ ഇവിടെ വെക്കും. എന്നിട്ട് അറിയും ഇതൊക്കെ ആരെ കണ്ടുപിടിച്ചേ? എന്റെ ട്രിക്കായിരുന്നു കൈ വേദന വേഗം പോവാന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവർ ഇനിയിപ്പോ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മറ്റേ മാളിൽ നിന്നും ഇനി ഇറങ്ങൂലോ.
ആണുങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും ഉണ്ടാക്കണം. ചൈനയുള്ള ചെറ്റകളെ. എന്റെ കുട്ടിയോടെ എന്റെ കുട്ടി മോഡലായി കാണിച്ചു കൊടുക്കാൻ. കുട്ടീനെ ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടില്ലല്ലോ. അവളെ കടന്നു ഉറങ്ങുണ്ടാവും. ഫുഡ് കഴിക്കാണ് ഇപ്പൊ പറ്റൂല കേട്ടോ. അപ്പൊ നമുക്കില്ലേ ഇങ്ങനെ ഇട്ടാ ബാക്കിൽ ഇട്ടാ അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ഇനിയിപ്പോ ഇത് യൂസ് ഇല്ല. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ഇത് വൃത്തിക്ക് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇത് സൈഡിലിട്ടാൽ ഇത് ബാഗായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെയുണ്ട്? അടിപൊളി. ബാഗായിട്ട് യൂസ് ചെയ്യാൻ ഈ തളച്ചിക്ക് എന്തിനാ? കോളേജൊക്കെ കഴിഞ്ഞല്ലോ അവളെ. ഓക്കെ എന്തായാലും എന്താ ഈ തളച്ചിയല്ലേ കുട്ടീന്റെ സാധനങ്ങൾ വെക്കണ ബാഗ്. ഓ അങ്ങനെ ഞാൻ ഈ പഠിക്കാൻ വേണ്ടി പോവാന്ന്. ഈ ഒരുപാട് പഠിപ്പിച്ചിരുന്നേ, ഇനി പഠിക്കരുതേ. ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് കാലത്തിന് വെച്ചൊരു ബ്ലോഗ് ഞാൻ പറഞ്ഞത് കോട്ടില്ലാന്ന് ഫുള്ള് എന്തൊക്കെ അടിച്ചു. എന്താണ് ഹിബന്റെ ബർത്ത്ഡേ ബ്ലോഗ് എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ബർത്ത്ഡേക്ക് ഇതിലും കൂടുതൽ ഗിഫ്റ്റുകൾ ഞാൻ വാങ്ങുന്നതായിരിക്കും. ഈ പ്രാവശ്യം നമ്മൾ UK ഉള്ള പാലത്തിന്റെ അടിയിലുള്ള വാച്ചാണ് കൊടുത്തത്. അടുത്ത പ്രാവശ്യം നമ്മള് സാൻ ഫ്രാൻസിസ്കോ അല്ലേ ഹിബ, അവിടുത്തെ ഒരു ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. സാൻ ഫ്രാൻസിസ് എന്ന് മൂപ്പരെ പേരാണ്. മൂപ്പര് വീട്ടിന്റെ അടുത്ത് വാച്ച് ഷോപ്പ് ഉണ്ട്, അവിടെ ഉണ്ടാക്കണ വാച്ച് ഗിഫ്റ്റ് തരാം. ഓക്കെ സന്തോഷമായല്ലോ, കൊടുക്കായി. താങ്ക് യു. അപ്പൊ എന്നാലും ഗിഫ്റ്റ് ഒക്കെ ആസ്വദിച്ചെന്ന് വിചാരിക്കുന്നത് അല്ലേ ഗൈസ്? അപ്പൊ നിങ്ങൾ ഗിഫ്റ്റ് ആസ്വദിക്കുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. ഗൈസ് അപ്പൊ നമ്മള് 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും എക്സ്പെൻസീവ് ഗിഫ്റ്റ് അല്ല ഇന്റത് കാര്യം പറഞ്ഞത്. ഇപ്പൊ 30 ആയിട്ടില്ല, അടുത്ത കൊല്ലം ആവുള്ളൂ. അപ്പൊ എന്തായാലും അതിന്റെ അടുത്ത കൊല്ലം ആവുക. അപ്പൊ എന്തായാലും 30 വയസ്സൊക്കെ നമുക്ക് കഴിയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരുപാട് ഐഫോൺ കൊടുക്കാം. മറ്റേക്ക് നിർത്തിയിട്ട് ആ പൈസ സേവ് ചെയ്തിട്ട് വല്ല കച്ചവടത്തിലേക്ക് ഇടാനാണ് ഇപ്പം എൻ്റെ മൈൻഡ് പറയുന്നത്. അതിനെക്കൊണ്ടാണ് ഐഫോൺ ഇതൊന്നും മേടിച്ചു കൊടുക്കാത്തത്. എക്സ്പെൻസീവ് ഗിഫ്റ്റിനോട് നമ്മൾ വില പറഞ്ഞിരിക്കുകയാണ് ഹിവ. നമ്മൾ ആ പൈസയിൽ നമ്മൾ ട്രിപ്പ് പോവുക അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ഇടൊക്കെ ചെയ്യും. ഓക്കെ നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ പോകുന്നത് ലക്ഷദ്വീപിലേക്കാണ്. അങ്ങനെയാണ്. തായ്ലാൻഡ്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, അല്ല എന്തായാലും കൊണ്ടുപോകും. ലക്ഷദ്വീപിലേക്ക് കൊണ്ടുപോകണ്ട ഹിബനെ. മൂക്ക് കൈയിടല്ല, എന്റെ വൃത്തിയുള്ള സ്വഭാവം എപ്പോഴും കഴിഞ്ഞില്ല. 10ാം ക്ലാസ്സിൽ മൂക്ക് കൈയിട്ട് നടക്കലാന്ന് കേട്ടെ. അങ്ങനെ മൂക്ക് കൈയിട്ട് സന്തോഷായി പറ്റിക്കാ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കൈയിട്ട് മൂക്ക് കൈയിട്ടോ. ഓക്കെ ഗൈസ് അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം. മറ്റു വീഡിയോസ്. ബൈ.